സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ ചോദ്യം. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബസദാശിവനേ. ഞാൻ ഈ പാട്ട് കേട്ടോ ഓർമ്മ വന്നത് മറ്റേ വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന. ആക്ച്വലി ഈ പാട്ടല്ലായിരുന്നു ആദ്യം അവരെടുത്തത്. അത് എന്നെ കേൾപ്പിച്ചു തന്നു, ട്രാക്കായിട്ട് എടുത്ത് വേറെ ആരോ പാടിയൊരു പാട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. പക്ഷെ അത് ഡയറക്ടറിനും ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ടാമത് ട്യൂൺ ചെയ്ത് എടുത്തൊരു സോങ്ങാണ്. അങ്ങനെ ഈ പാട്ട് ഞാൻ പാടാൻ നിന്നതല്ല, ആദ്യം തുടക്കത്തിലെ പാട്ട്. പിന്നെ ഇത് വന്നപ്പോഴത്തേക്ക് ഇത്തിരി ക്ലാസിക്കൽ ടച്ച് ഉണ്ടല്ലോ അതിനകത്ത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ അത്രത്തെ എളുപ്പത്തിൽ അടിപൊളിയാണേലും പാടി ഒപ്പിക്കാൻ പറ്റത്തില്ല. മറ്റേ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ, അങ്ങനെ കുറേ എന്ന് പറഞ്ഞ കുറേ സാധനമുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത്. അതൊക്കെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. എന്തായാലും ചോദ്യം ഇതാണ്. ഗാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോർഡ് എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? എ സ്റ്റൈൽ, ബി സ്റ്റൈലിഷ്, സി സ്റ്റൈൽ ഡാൻസ്. കഴിഞ്ഞ തവണ ഞാൻ വിഷ്വല് മുഴുവൻ നോക്കിയിരുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ വരികൾ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ശ്രദ്ധിച്ചില്ല കാര്യമായിട്ട്. ഞാൻ കോസ്റ്റ്യൂംസിലേക്കാണ് പോയത്. സ്വാഭാവികം അല്ല, കണ്ടു വരട്ടെ. ഞാൻ ഇതിനു വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. അതിൽ ആരുടെ കോസ്റ്റ്യൂമാണ് ശ്രദ്ധിച്ചത്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആരുടെ കോസ്റ്റ്യൂമാണ്? ജയറാമിന്റെ കോസ്റ്റ്യൂം. ഭാവിയുണ്ട് സിനിമയില്. ശ്രദ്ധിച്ചത് ജയറാമനെ തന്നെയാണ്. അപ്പൊ ഇതില് സ്റ്റൈലാണോ, സ്റ്റൈലിഷ് ആണോ, സ്റ്റൈൽ ഡാൻസ് ആണോ? സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിഷ് കറക്കി കുത്താം. ഒരു സോങ് വരുമ്പോ സ്റ്റൈലിഷ് എന്ന് വരാൻ സാധ്യതയില്ല. തേർഡ് ഓപ്ഷൻ ഒന്ന് പറയൂ സർ. സ്റ്റൈൽ ഡാൻസ്. സ്റ്റൈലാണോ? സ്റ്റൈൽ. ഓപ്ഷൻ എ സ്റ്റൈൽ. അപ്പം ഓപ്ഷൻ എ സ്റ്റൈൽ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ച് പൂട്ടി. ഈ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് സങ്കല്പം സനലിന്റെ? എന്നെക്കാട്ടിലും കൂടുതൽ സങ്കല്പം സരയുനായിരിക്കും. അത് അല്ല, എന്നാലും കല്യാണം കഴിഞ്ഞപ്പോൾ അതല്ലേ നടക്കത്തുള്ളൂ. അതിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. എന്തായിരുന്നു ഒരു സ്റ്റൈലിനെ കുറിച്ചുള്ള സങ്കല്പം? പെൺകുട്ടികളെ ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടം? മോഡേൺ അങ്ങനെയായിരുന്നു. അതെ, ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എവിടെ? കോഴിക്കോട്. അപ്പോൾ അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ കാണുമല്ലോ അവിടെ. പക്ഷേ യൂണിഫോം ഉണ്ടായിരുന്നു. ശരി. എല്ലാവർക്കും ഒരേ ഡ്രസ്സ് അല്ലേ? കറക്റ്റ് സിനിമാക്കാരനാണ്. അല്ല, ആ പറഞ്ഞത് ആക്ച്വലി സത്യമാണ്. പക്ഷെ അത് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ? പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ വെളിയിലോട്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ബോയ്സ് ആണ് അതിൽ കൂടുതൽ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നത്. സിനിമ കാണാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ്. ഈ ലേഡീസ് എല്ലാം കൂടെ ഒരു റൂമിനകത്ത് കയറിയിരിക്കും. അവർ വേറെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ഒരു റൂമിനകത്ത് കയറിയിരിക്കും. ബോയ്സ് എല്ലാവരും വെളി. ക്ലാസ്സിൽ മാത്രം അവർ കാണും. ക്ലാസ്സിൽ ബെല്ലടിക്കുമ്പോ എല്ലാരും വരും. അപ്പൊ യൂണിഫോമാണ്. അപ്പൊ ഡ്രസ്സിനെ പറ്റി ചോദിക്കണ്ട. എന്തായിരുന്നു സങ്കല്പം? ഒരു കല്യാണത്തിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണമെന്നായിരുന്നു സങ്കല്പം? അങ്ങനെ സങ്കല്പം അതുപോലെ തന്നെ വന്ന് ചേരണമെന്നില്ലല്ലോ. എന്തായിരുന്നു സനലിന്റെ സങ്കല്പം? ഓപ്പണായിട്ട് പറയും, ധൈര്യമായിട്ട് പറഞ്ഞു. അല്ല, എൻ്റെ സങ്കല്പത്തിൽ ഒരുവിധം എല്ലാം ശരിയായിരുന്നു. ഇപ്പൊ വന്ന് ഭവിച്ചതെല്ലാം കറക്റ്റ് ആയിരുന്നു. നേരത്തെ വന്ന് തലേ വീണില്ല. അങ്ങനെ ഒരു മീനിങ്ങിലായിരുന്നു അങ്ങനെ പറയാൻ. അപ്പൊ എന്തായാലും വിചാരിച്ച തന്നെ കൊറേയൊക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു ഡയറക്ടറായിട്ട് മാറട്ടെ. ഈശ്വരാ. പക്ഷെ വേറൊരു കാര്യം,
പാട്ടൊക്കെ വരുമ്പം തന്നില്ലെങ്കിൽ ഇപ്പൊ ചോദ്യങ്ങൾ ഞാൻ മാറ്റും. എ സ്റ്റൈൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. ചിത്രത്തിൽ അനാഥനായ ഡെന്നിസിനെ ഒരു കമ്പനി വളർത്തിയതായി പറയുന്നുണ്ട്. ഏതാണ് ആ കമ്പനി? എ മുംബൈ ബേസ്ഡ് കമ്പനി, ബി ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി, സി ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി. ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി. ഉറപ്പാണോ? ഉറപ്പാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി ബി ഞാൻ എടുത്തു വെച്ച് വരിഞ്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് അടുത്തൊരു സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം. ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ പറഞ്ഞു ഈ സ്ക്രിപ്റ്റിൽ, അതായത് ഡിസ്കഷനിൽ ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റിങ്ങിലോ? അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെയും ഫ്രണ്ട്സ് ആകാൻ വഴിയുണ്ട് എന്ന് മാത്രമല്ല. അതായത് ഇപ്പം സരി ഇരിക്കുന്നതുകൊണ്ടല്ല, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അതിനകത്തൊരു പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്തു, അത് സരിവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അറിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളൊന്ന് ചിരിക്കുന്നേ. അതൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട് കാര്യങ്ങൾ. സാർ, ഈ പ്രോഗ്രാമിന്റെ പേര് പറയാൻ നേടാന്നാണോ പറയാൻ പോകാന്നാണോ? അങ്ങനല്ല, ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോവാം. അല്ല, നല്ല കുട്ടിയല്ലേ അത്? നല്ല കുട്ടിയാ, നല്ല കുട്ടി. എന്താ പേരെന്താണെന്ന് എനിക്ക് സരി എന്തോ സാവച്ച് തുടങ്ങുന്നതാണല്ലേ? അതെന്താ പറയാത്തെ? സരിവിൻ്റെ അടുത്ത് പറയാൻ എന്തായിരുന്നു? അദ്ദേഹത്തിന് വേറെ കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലാഷ് ആവോ ഇല്ലേ? സാറിന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക തിളക്കം സാറിന്റെ മുഖത്ത്. അല്ല, ഞാൻ ചോദിച്ചത് കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പം അദ്ദേഹത്തിൻ്റെ ടോട്ടലായിട്ടൊരു സങ്കല്പമുണ്ട്. അതായത് ഒരു സിനിമ ഇങ്ങനെ ആയിരിക്കണം, അതിലെ ആ നടി ചിലപ്പം സൗന്ദര്യം കൂടുതലായിരിക്കാം, സൗന്ദര്യം ആവറേജ് ആയിരിക്കാം, സൗന്ദര്യം കുറവായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ആ സൗന്ദര്യം കുറവായിരിക്കും ആ കഥയ്ക്ക് ആപ്റ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ കൈ കെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയാത്തത്. ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അല്ല സാർ, സൗന്ദര്യം മാത്രമല്ലല്ലോ, പെർഫോമൻസ് മാറ്റേഴ്സ്. അപ്പം പെർഫോമൻസ് ഉണ്ട്. ഒരു ഇദ്ദേഹത്തെ പോലെ ഒരു ഡയറക്ടർ സൗന്ദര്യം മാത്രം നോക്കി ഒരു കുട്ടി എടുക്കും? ഒരിക്കലും അല്ല. അഭിനയം നല്ലതാണെങ്കിൽ കൊള്ളാം. അഭിനയം വളരെ നല്ലതാണ്. ഇദ്ദേഹം പറഞ്ഞു എന്നറിഞ്ഞ് ക്യാമറയുടെ പുറകിലല്ലേ? അല്ല, ഇദ്ദേഹം വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ ഫ്രണ്ട്സ് ഉണ്ടെന്ന്, ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് സരിയൊക്കെ എന്തോന്ന് ഇവളെന്താ എന്ന് പറഞ്ഞു. ഇങ്ങനെ തിരിച്ചു കിട്ടി. ആക്ച്വലി സനലിന് അഭിനയിക്കാവുന്നതാണ്. ആണോ? നന്നായി അഭിനയിക്കുന്നുണ്ട് കുട്ടി. ഡയറക്ഷന്റെ കൂടെ ഒന്ന് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇപ്പൊ ഫാഷൻ ആണല്ലോ, ഡയറക്ടേഴ്സ് ഒക്കെ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും വളരെ സന്തോഷം. ഏകദേശം ഒരു വക്കിലോട്ട് വണ്ടി എത്തിച്ചേരുന്നു. 2 വണ്ടി പറയാവുന്നതാണ്. 2 വണ്ടി പറയാം. അപ്പൊ ബി ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്.